ബി.ജെ.പി. മുഖപത്രമായ ജന്മഭൂമിക്കും ജനം ടിവിക്കുമെതിരെ CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ ആരോഗ്യമന്ത്രിയുമായ PK ശ്രീമതി ടീച്ചർ പോലീസിൽ പരാതി നൽകി. കണ്ണൂർ റൂറൽ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയത്. ജന്മഭൂമിക്കും ജനം ടിവിക്കും പുറമെ കർമ്മ ന്യൂസ്, ഡെയിലി ഹണ്ട്, ഭാരത് ലൈവ്, സുദിനം ദിനപത്രം എന്നീ മാധ്യമങ്ങൾക്കെതിരെയും പരാതി നൽകിയിട്ടുണ്ട്. ഇടതുപക്ഷത്തിനു വേണ്ടി സംസാരിക്കുന്നവരെയും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരെയും അപഹസിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുക എന്നത് BJPയുടെ എക്കാലത്തുമുള്ള പരിപാടിയാണ്. അതും വനിതകളാണെങ്കിൽ വേട്ട നായ്ക്കളെ പോലെയാണ് സംഘപരിവാർ പെരുമാറുക. ഇന്ന് അതിനായി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാവട്ടെ സോഷ്യൽ മീഡിയയും. തങ്ങൾക്ക് ഇഷ്ടമല്ലാത്തവരുടെ മേൽ കരിവാരി തേക്കാൻ കേട്ടാൽ അറയ്ക്കുന്ന പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിക്കും. അത് സ്ഥാപിക്കാൻ ഏത് ഭാഷയും ഉപയോഗിക്കും. അങ്ങനെ അവരെ ഇല്ലാതാക്കാം എന്നാണ് സംഘപരിവാർ കരുതുന്നത്. PK ശ്രീമതി ടീച്ചർ മുൻ MLAയുടെ ഭാര്യയായി വ്യാജരേഖയുണ്ടാക്കി ആശ്രിത പെൻഷൻ വാങ്ങുന്നു എന്ന നിലയിലുള്ള തീർത്തും അടിസ്ഥാനരഹിതമായ വാർത്തകളാണ് ഈ RSS അനുകൂല മാധ്യമങ്ങൾ നിരന്തരം പ്രചരിപ്പിച്ചത്. കഴിഞ്ഞ 40 വർഷങ്ങളിലധികമായി നമുക്കിടയിലുള്ള രാഷ്ട്രീയ ജീവിതം നയിക്കുന്ന ശ്രീമതി ടീച്ചർക്കെതിരെ പടച്ചുവിട്ടത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ കേട്ടുകേൾവിയില്ലാത്ത തരം ഒരു ആരോപണമാണ്. തൃശൂർ ജില്ലയിലെ സ്വാതന്ത്ര്യ സമര സേനാനിയും കോൺഗ്രസ് നേതാവുമായിരുന്ന PR കൃഷ്ണൻ 2ാം അസംബ്ലിയിൽ MLA ആയിരുന്ന ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരും PK ശ്രീമതി ടീച്ചർ എന്നാണ്. അവർ ആശ്രിത പെൻഷൻ വാങ്ങുന്നുണ്ട്. ഇക്കാര്യമാണ് വലിയ രീതിയിൽ പൊടിപ്പും തുങ്ങലും ചേർത്ത് വളച്ചൊടിച്ച് CPIM നേതാവ് PK ശ്രീമതി ടീച്ചർ മറ്റൊരാളുടെ ഭാര്യ എന്ന പേരിൽ ആശ്രിത പെൻഷൻ വാങ്ങുന്നു എന്ന് സംഘപരിവാർ ചാനലുകൾ പ്രചരിപ്പിച്ചത്. ഒരു യൂട്യൂബ് ചാനലും എഴുതി കൊടുക്കുന്നത് എന്ത് പച്ചക്കറിയായാലും അത് വാർത്തയാക്കി വായിക്കുന്ന ആങ്കർമാരുമുണ്ടെങ്കിൽ എന്തുമാകാമെന്ന അഹന്ത അവസാനിപ്പിച്ചേ പറ്റൂ. ഇവന്മാരോടൊക്കെ അവർ അർഹിക്കുന്ന രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്.